അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വം മുൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഏകദേശം ഉറപ്പിച്ച് മുന്നേറുമ്പോൾ അദ്ദേഹത്തെ അനുകൂലിച്ചും പിന്തുണച്ചും കൊണ്ട് ശക്തമായ പ്രചാരണങ്ങളാണ് ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്നത്. ഇലക്ഷന് മുന്നോടിയായി ന്യൂ ഹാംഷെയറിൽ നടന്ന പ്രൈമറി തെരഞ്ഞെടുപ്പിൽ ട്രംപ് വിജയിച്ചതോടെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിലേക്കുള്ള ട്രംപിന്റെ സാധ്യതകൾ ഏറെക്കുറെ ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യൻ ദമ്പതികളുടെ മകളും ട്രംപിന്റെ എതിർ സ്ഥാനാർത്ഥിയുമായ നിക്കി ഹേലിയേക്കാൾ ബഹുദൂരം മുന്നിലാണ് ട്രംപ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന സർവേകളിലെല്ലാം ട്രംപിന്റെ സാധ്യതകൾ ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ക്രൈസ്തവ മൂല്യാധിഷ്ഠിതമായ നയങ്ങളും കുടിയേറ്റത്തിനെതിരെ ശക്തമായ നിലപാടുകളും ഉയർത്തിപ്പിടിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസിഡന്റ് സ്ഥാനത്തെ അനുകൂലിക്കുകയാണ് അമേരിക്കയിലെ ഭൂരിപക്ഷം പേരും. എന്നാൽ അക്കാരണം കൊണ്ട് തന്നെ ട്രംപിന്റെ സ്ഥാനാർത്ഥിത്വത്തെ കോടതി വഴി തട്ടിത്തെറിപ്പിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് പ്രസിഡന്റ് ബൈഡനും കമല ഹാരിസും ചേർന്ന് നയിക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടി. ശക്തനായ ഒരു നേതാവെന്ന നിലയിൽ ട്രംപിന്റെ നേതൃത്വത്തെ പോലെ തന്നെ ശക്തമാണ് അദ്ദേഹത്തിന്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളും. അദ്ദേഹത്തിന്റെ ജനപ്രിയ പ്രവർത്തനങ്ങളുമെല്ലാം അമേരിക്കൻ ജനതയ്ക്ക് ഏറെ സ്വീകാര്യം തന്നെയായിരുന്നു. ഫോബ്സ് പട്ടികയിലെ ശതകോടീശ്വരന്മാരിൽ ഒരാളായ ട്രംപ് $3.1 ബില്യൺ ലോകത്തിലെ 766ാമത്തെ സമ്പന്നനാണ്. ശക്തനായ ബിസിനസ്മാൻ, ദ അപ്രന്റീസിന്റെ US പതിപ്പിലെ വളരെ പോപ്പുലറായ റിയാലിറ്റി ഷോ ഫിഗർ എന്നീ നിലകളിലൊക്കെ പ്രശസ്തനായിരുന്നിട്ടും 2016 തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് US പ്രസിഡന്റായപ്പോൾ ലോകം ശരിക്കും ആശയക്കുഴപ്പത്തിലായി. ഉന്നത വിജയം നേടിയവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായ പൊളിറ്റിക്കൽ കരിയറിലൂടെ അനായാസേന ജയിച്ചു കയറാൻ ട്രംപിനായി. പ്രശസ്തി, പണം, അധികാരം ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആ വിജയത്തെ അളന്നാൽ അത് കുറച്ചിൽ ആയിപ്പോകും. ഒരു സമ്പന്ന അമേരിക്കൻ കുടുംബത്തിൽ ജനിച്ച ട്രംപ് ഉയർന്ന നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുള്ള വലിയ ആർജവമാണ് അമേരിക്കയിൽ കാണിച്ചത്. ലോകത്തിലെ ഏറ്റവും ശക്തനായ ഒരു വ്യക്തി തൻ്റെ ചിന്തകൾ ജനങ്ങളുമായി നേരിട്ട് പങ്കുവയ്ക്കുന്നു എന്നതുതന്നെ അമേരിക്കൻ രാഷ്ട്രീയത്തിൻ്റെ ഭാവിയെ പൂർണ്ണമായും മാറ്റിമറിക്കുന്ന ഒരു പ്രതിഭാസമായിരിക്കുമെന്ന് അമേരിക്കയിലെ ജനങ്ങൾ ശക്തമായി വിശ്വസിക്കുന്നു. അതുതന്നെയാണ് ട്രംപിനെ കൂടുതൽ സ്വീകാര്യമാക്കി മാറ്റുന്നതും. അമേരിക്ക ഫസ്റ്റ് എന്ന ട്രംപിന്റെ പ്രചാരണ മുദ്രാവാക്യം മുൻനിർത്തി അദ്ദേഹത്തിന്റെ കടുത്ത ദേശീയതാ നിലപാടിനെ അമേരിക്കയ്ക്ക് പുറത്തുള്ളവർ വിമർശിക്കുന്നുണ്ടെങ്കിലും അമേരിക്കൻ ജനതയുടെ ആത്മാവിഷ്കാരം തന്നെയാണ് ട്രംപ് ഉയർത്തിപ്പിടിക്കുന്നത്. ക്രിസ്ത്യാനി എന്ന നിലയിൽ സർവശക്തനായ ദൈവത്തിലുള്ള തന്റെ അടിയുറച്ച വിശ്വാസത്തെ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ട്രംപ് ദൈവവുമായി തനിക്കുള്ളത് മഹത്തായ ബന്ധമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സുവിശേഷീകരണത്തെ ശക്തമായി പിന്തുണയ്ക്കുന്ന ട്രംപ് സഭയെക്കുറിച്ചും വിശുദ്ധ വേദപുസ്തകത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചുമുള്ള തന്റെ വ്യക്തമായ കാഴ്ചപ്പാടുകൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. വിശ്വാസവിരുദ്ധമായ കാര്യങ്ങൾക്കും അബോർഷൻ നിയമങ്ങൾക്കുമെതിരെ ശക്തമായ നിലപാടാണ് ആദ്യം മുതൽ ട്രംപ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ ക്രൈസ്തവ സമൂഹത്തെ കയ്യിലെടുക്കാനും ട്രംപിന് കഴിഞ്ഞു. ചൈനയ്ക്കും യൂറോപ്യൻ യൂണിയനുമേൽ വ്യാപാര താരിഫ് ഏർപ്പെടുത്തിയതും നാറ്റോയുടെ യൂറോപ്യൻ അംഗങ്ങളെ പ്രതിരോധ ചെലവിൽ സഹകരിക്കാത്തതിന് അദ്ദേഹം പരസ്യമായി ശകാരിച്ചതും പാരീസ് കാലാവസ്ഥാ കരാറിൽ നിന്നും വടക്കേ അമേരിക്കൻ സ്വതന്ത്ര വ്യാപാര കരാറിൽ നിന്നും അദ്ദേഹം US-നെ പിൻവലിച്ചതും ഉത്തര കൊറിയയുമായുള്ള ആണവായുധ പദ്ധതി ഉപേക്ഷിക്കാൻ ട്രംപ് നടത്തിയ ശ്രമങ്ങളും ഒരേ സമയം സ്വീകാര്യതയും വിയോജിപ്പുകളും ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. അമേരിക്ക ആദ്യം എന്നുള്ള തന്റെ ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ അമേരിക്കക്കാർക്കും ജോലി, ഭേദപ്പെട്ട വ്യാപാര കമ്മി, അനധികൃത കുടിയേറ്റത്തിനെതിരെയുള്ള നിലപാടുകൾ, സൈനിക സുരക്ഷയ്ക്കുള്ള നടപടികൾ, ഇതെല്ലാം ട്രംപിന്റെ ജനസമ്മതി വർദ്ധിപ്പിക്കുന്നു. ട്രംപിന്റെ ഭരണകാലത്ത് അമേരിക്കയ്ക്ക് യുദ്ധങ്ങൾക്ക് പോകേണ്ടി വന്നിട്ടില്ല. എന്നാൽ ഇറാൻ പോലെയുള്ള രാജ്യങ്ങളെ വരച്ച വരയിൽ നിർത്താനും ഉത്തര കൊറിയയുമായി ഉരുണ്ടുകൂടിയ യുദ്ധസമാനമായ അന്തരീക്ഷത്തെ മാറ്റിമറിക്കാനും ട്രംപിന് കഴിഞ്ഞു. ഇസ്ലാം തീവ്രവാദികളുടെയും IS ഭീകരരുടെയും കൊടും ഭീകരതയ്ക്ക് അറുതി വന്നതും ട്രംപിന്റെ ഭരണകാലത്താണ്. ട്രംപ് അമേരിക്കയുടെ വലിയ പ്രതീക്ഷ തന്നെയാണ്, അമേരിക്കയുടെ മാത്രമല്ല ലോകത്തിൻ്റെയും.